രുചിയുള്ള നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റിൽ ഒരു കുക്കറിൽ കുറച്ച് ഹാർഡായിട്ടുള്ള ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേവിക്കുക, ഒരു 5 വിസിൽ കേൾപ്പിക്കാനായിട്ട് പ്രഷറിൽ. പിന്നെ പ്രത്യേകം സോഫ്റ്റായിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം സവാള, ഉരുളൻകിഴങ്ങ്, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 സവാളയാണ് എടുത്തിരിക്കുന്നത്, 2 ഉരുളൻകിഴങ്ങ്, ഒരു തക്കാളി കൂടെ എടുക്കുന്ന ഒരു മധുരമായി പോലെ. പിന്നെ കറിവേപ്പില, ഇതെല്ലാം അരിഞ്ഞതാണ്, അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, സവാള എടുത്ത് വെച്ചിരിക്കുന്നതാണ് കറിയിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്. പിന്നെ മസാല ഐറ്റങ്ങൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഗരം മസാല പ്രത്യേകം വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സറിൽ, ചെറിയ ജാറിൽ ഞാൻ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒരു 5-6 എണ്ണം, ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ, ഉള്ളി, സവാള ഒരു 3 ഉള്ളി ചേർത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് ഒരു 4. പിന്നെ എണ്ണ ഒഴിക്കുന്നു, വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഒരു ടീസ്പൂൺ ആണെങ്കിൽ ഒരു 3 ടീസ്പൂൺ, ചെറിയ ടീസ്പൂൺ ആണെങ്കിൽ ഒരു 3 ടീസ്പൂൺ ഓയിൽ, 4 സ്പൂൺ ഓയിൽ ഒഴിക്കുക. വലിയൊരു ടീസ്പൂൺ ആണെങ്കിൽ ഒരു 1.5 സ്പൂൺ. പിന്നെ ഗരം മസാല പൊടിച്ചതല്ല, അല്ലാതെ ഉള്ളതാണ് ഇടുന്നത്. കടയിൽ നമ്മൾ മേടിക്കുന്നതാണ് കാണിക്കുന്നുണ്ട് ഞാൻ. മസാല ഒരു പകുതി പിടി കുറച്ചിടുക. അതിനുശേഷം പേസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. റെഡിമെയ്ഡായിട്ടൊന്നുമില്ല, മസാലകളൊന്നുമില്ല. ഇതെല്ലാം നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. ആർക്കും നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ, ഒരു ശരീരത്തിൽ ഹെൽത്തി ഇനി ഇഷ്യൂ ഒന്നും വരുന്നില്ല. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. ഒരു 5-6 പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 4-5 പച്ചമുളക് ചേർക്കാം അതിൽ. ഓയിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലും ഇട്ട് അതിനുശേഷം വറ്റൽമുളകും 3-4 വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇങ്ങനെ രണ്ടായിട്ട് കീറി, ഇങ്ങനെ 2 തുണ്ടായിട്ട് വെച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്യുകയാണ്. ശേഷം സവാള ഈ ഒരു ചെറിയൊരു ഇതാകുമ്പോൾ ലൈറ്റ് വഴണ്ട് വരുമ്പോഴത്തേക്ക്, ചെറുതായി വഴണ്ട് വരുമ്പോഴത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. സവാള 3 സവാള എടുത്ത് വെച്ചിട്ട് വലുപ്പമുള്ള സവാള. ഉള്ളി ചേർക്കുന്ന ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരിക്കും, കറിക്ക് നല്ല കട്ടി കിട്ടും. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക്, ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തക്കാളിക്ക് ഇട്ട് കൊടുക്കുക. ഒരു തക്കാളിക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്നത് അത് മിക്സ് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അത് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം നല്ലവണ്ണം വഴറ്റിയെടുക്കുക. നല്ലവണ്ണം വഴന്നു വരുന്ന വിധത്തിൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. പച്ചമുളകും എല്ലാം ഒന്ന് വഴന്നതായിട്ട് വരുമ്പോഴത്തേക്ക് അതിനുശേഷം മഞ്ഞൾ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ, ചെറിയ സ്പൂണാണ് അല്ലെങ്കിൽ 1 ടീസ്പൂൺ കറക്റ്റ്. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക.
ശേഷം മല്ലിപ്പൊടി ഇടുക. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം നമുക്ക്. 4 അല്ലെങ്കിൽ 4. ഇത് ചെറിയ സ്പൂണാണ് ഞാൻ ഇടുന്നത്. ഒരു ചെറിയ സാധാരണ ഒരു ടീസ്പൂണിൻ്റെ അത്ര ഇതില്ല, ചെറുതാണ്. ഒരു എരിയുള്ള ഒരു മുളക് പൊടി ഇടുന്നുണ്ട്, 1 സ്പൂൺ, 1 സ്പൂൺ എരിയുള്ള മുളക്. അതിനുശേഷം കാശ്മീരി മുളകാണ് ഇടുന്നത്. കാശ്മീരി മുളക് കുറച്ച് കളറല്ലേ ഉണ്ടാവും, ലൈക്ക് എരി കാണത്തില്ലല്ലോ. ഇത് കാശ്മീരി മുളകാണ് ഇടുന്നത്. 2, 3, 4 സ്പൂണൊക്കെ ഇടാം. ശേഷം കുരുമുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഇത് വേവിച്ച് കുക്കറിൽ ഒരു 5 വിസിൽ കേൾപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. നാടൻ ചിക്കൻ ആയതുകൊണ്ടാണ് ഇത്തിരി വേവിക്കേണ്ടത്. ഒരു 5 വിസിൽ. ഹാർഡായിട്ടുള്ളത് പീസുകളെല്ലാം ഞാനൊന്ന് കുക്കറിൽ വെച്ച്, പ്രഷർ കുക്കറിൽ വെച്ച് ഒരു 5 വിസിൽ കേൾപ്പിച്ചു. എന്നിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. 5 വിസിൽ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 10-15 മിനിറ്റ് വെള്ളം നല്ലവണ്ണം വേവുന്ന വിധത്തിലിട്ടിരിക്കുക. ചെറുതായിട്ടൊന്ന് അടച്ച് ചെറുതായിട്ടൊന്ന് ഓപ്പണാക്കി പോകുന്ന വിധത്തിൽ ഇട്ടിരിക്കുക. അടപ്പ് കൊണ്ടൊന്ന് അടച്ച്, പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ടൊന്ന് അടച്ച് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നല്ലവണ്ണം വേവുന്ന വിധത്തിൽ. അന്ന് കളറൊക്കെ ഇങ്ങനെ ആയി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം. തിള വന്നു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് കുറച്ച് ഒരു ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിൽ. കാരണം പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കാം. അതുകൊണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാനും മറ്റുള്ള കറികളൊക്കെ ചോറിനൊക്കെ ആകുമ്പോൾ നമുക്ക് ഉരുളൻകിഴങ്ങ് എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് അതിന് പ്രത്യേകം കറിയൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് ഇത് കുറച്ച് കട്ടിയും കിട്ടും കറിക്ക്. ഗ്രേവി ഇതോടെ കട്ടി കുറച്ച് തിക്കായിട്ട് വരികയും ചെയ്യും. അത് ഇട്ടു നല്ലോണം ഇളവുന്നു. കുറച്ച് നേരം 10-25 മിനിറ്റ് ഇട്ട് വേവണം. അതൊരു വയൻ്റെ ഉള്ളിൽ കുറച്ച് വയന്ന് വരുമ്പോഴത്തേക്കാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. അത് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കേണ്ടത്. ശേഷം വേവാനായിട്ട് സമയം കൊടുക്കുക. കളറൊക്കെ നല്ല ഇതായിട്ട് വരും. എന്താ കറക്റ്റായിട്ട്. അപ്പോൾ ഇതാണ് റെസിപ്പി. ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി. വേറെ പ്രത്യേകിച്ചുള്ള മസാലകളോ പുറത്തുനിന്നുള്ള മസാലകളോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ സാധാരണ ഇതെല്ലാം ഞാൻ മില്ലിൽ നിന്ന് പൊടിച്ച് ഉള്ള മസാലകളാണ് എല്ലാം ഇട്ട് ചെയ്ത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഇഷ്ടപ്പെട്ട കമൻറ്റ് അയയ്ക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.